കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു സ്ലോവേനിയൻ നാടോടി കഥ കേട്ടാലോ? കഥയുടെ പേര് കുട്ടികളെ പിടിച്ച അമ്മൂമ്മ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളക്കൻ. മഹാവികൃതികളാണ് മാർക്കോയും സാമോയും. ഒരിക്കൽ ചന്തയിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വിശേഷപ്പെട്ട ഒരു പലഹാരമുണ്ടായിരുന്നു. അച്ഛൻ അത് മാർക്കോയ്ക്കും സമോയ്ക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. ഹായ്, നല്ല രുചിയും, എനിക്ക് ഇനിയും വേണം. കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു. പലഹാരം തീർന്നു, അച്ഛൻ പറഞ്ഞു. അത് കേട്ടതോടെ കുട്ടികൾ കരയാൻ തുടങ്ങി. ഒടുവിൽ അവരെ സമാധാനിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു, നമുക്ക് കാട്ടിൽ പോയി ബ്ലൂബെറി പറിക്കാം. അങ്ങനെ അവർ കാട്ടിലെത്തി. ഞാൻ വിറക് വെട്ടിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പഴങ്ങൾ പറിക്കാം, അച്ഛൻ പറഞ്ഞു. കുട്ടികൾ സമ്മതിച്ചു. പക്ഷേ അച്ഛൻ പോയതും മാർക്കോയും സമോയും ബ്ലൂബെറികൾ ശേഖരിക്കാനായി ഉൾക്കാട്ടിലേക്ക് നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞുവീഴ്ച തുടങ്ങി. അവർക്ക് വഴി തെറ്റി. അയ്യോ മാർക്കോ, ഇനി നടക്കാൻ വയ്യ, സമോ പറഞ്ഞു. കാട്ടിൽ മഞ്ഞു പെയ്യുമ്പോൾ കാട്ടിലെ അമ്മൂമ്മ കുട്ടികളെ പിടിച്ച് സൂപ്പ് വയ്ക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? വേഗം വീട്ടിലെത്തണം. ഇതും പറഞ്ഞ് മാർക്കോ തിരിഞ്ഞു. പെട്ടെന്ന് ഒരു ചാക്ക് അവരെ മൂടിക്കൊണ്ട് കാട്ടിലെ അമ്മൂമ്മ നമ്മളെ പിടിച്ചു. കുട്ടികൾക്ക് മനസ്സിലായി. അവർ പേടിച്ചില്ല. കുറെ കഴിഞ്ഞ് ചാക്ക് തുറന്നപ്പോൾ അവർ കണ്ടു, മുന്നിൽ വലിയൊരു സൂപ്പ് പാത്രം. വേഗം പാത്രത്തിൽ ഇറങ്ങി നിൽക്ക്, അമ്മൂമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് പാത്രത്തിൽ ഇറങ്ങാൻ അറിയില്ലല്ലോ, അമ്മൂമ്മ കാണിച്ചു തരുമോ? കുട്ടികൾ പറഞ്ഞു. ദാ ഇങ്ങനെ. ഉടനെ അമ്മൂമ്മ അടുത്തിരുന്ന വേറൊരു വലിയ പാത്രത്തിൽ ഇറങ്ങി നിന്നു. ഇത് തന്നെ തക്കം. കുട്ടികൾ വേഗം വലിയൊരു അടപ്പെടുത്ത് പാത്രം മൂടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു തടിക്കഷ്ണം എടുത്തു വെച്ചു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവർ പുറത്തേക്ക് ഓടി. മഞ്ഞുവീഴ്ച കുറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവരെ അന്വേഷിച്ച് അച്ഛൻ വന്നു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.